രാഷ്ട്രീയം തുറന്നു പറയുന്നുണ്ട്, ഒരുപാട് എതിർപ്പുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ നിരന്തരം സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട്. അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ സമീപകാലത്ത്? ഞാന് എൻ്റെ നഷ്ടങ്ങളൊന്നും എണ്ണാറില്ല. എന്തൊക്കെ നേട്ടങ്ങൾ വന്നു മാത്രമേ എണ്ണാറുള്ളൂ എൻ്റെ ജീവിതത്തിൽ. സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ഹരീഷ് പറഞ്ഞ പോലെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അത് ഞാൻ നോക്കാറില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഞാനതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവും. ഏത് വിഷയത്തിനും രണ്ടും വശങ്ങളുണ്ടാവും. അപ്പം അതിൽ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ കഥാപാത്രം ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയ നിലപാടുകൾ ഇങ്ങനെ തുറന്നു പറയുന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. അപ്പോ മുരളി ഗോപിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഹരീഷ് പാരഡി രാഷ്ട്രീയ വിമർശനങ്ങള് ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേരെ നടത്തുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതര ആരോപണമുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണണം? തെറ്റായ ആരോപണമാണ്. കാരണം ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് സപ്പോർട്ട് ഞാൻ കൊടുത്ത പോലത്തെ സപ്പോർട്ട് ചിലപ്പം അവരാരും ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം അത് തെറ്റായ ഒരു ആരോപണമാണ്. നമ്മൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ. ഒരു കലാകാരന്റെ രാഷ്ട്രീയം ഇതൊരു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം ഞാൻ പലപ്പോഴും ആവർത്തിച്ച സാധനമാണ്. അതൊരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രാഷ്ട്രീയമല്ല, മറിച്ച് എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം, തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു രാഷ്ട്രീയം, നല്ലതിന് നല്ലത് എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന രാഷ്ട്രീയം. അത് മുഖം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ പറയേണ്ട നിലപാടുകൾ ശക്തമായിട്ട് പറയേണ്ട രാഷ്ട്രീയം. അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല. അതിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നഷ്ടങ്ങൾ ഞാൻ എണ്ണാറില്ല എന്നാ. നഷ്ടങ്ങൾ എണ്ണാൻ പോയാലല്ലേ നഷ്ടങ്ങൾ സംഭവിച്ചതിനെ കണക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഞാൻ സിനിമകൾ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഞാൻ കാണാറ്. ഇപ്പോൾ എൻ്റെ കഥാപാത്രം മറ്റാരെങ്കിലും ചെയ്തോ അത് പോയോ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, സ്വാഭാവികം. പലപ്പോഴും പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയൊക്കെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് പിണറായിയോട് ഇത്രയധികം ഒരു വിരോധം? എന്തുകൊണ്ടാണ്? മറ്റു പാർട്ടികളോടൊന്നും ഇത്രയധികം കണ്ടിട്ടില്ല. ഇടതുപക്ഷത്തുള്ളവർ മാത്രം 916 ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? തെറ്റായൊരു വിലയിരുത്തലാണ്. എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ, അതായത് നേരത്തെ പറഞ്ഞത്, ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല പരിസമയത്ത്, അത്ര നിർണായക ഘട്ടങ്ങളിലൊക്കെ. പിന്നെ പാർട്ടി വീണു പോകുന്ന സമയത്ത് ആദ്യം കൈ കൊടുക്കുന്നവരും എന്നെ പോലുള്ള ആളുകളാണ്. അത് ഒരു തിരിച്ചറിവിന്റെ അറിവ് മാത്രമല്ല, ഒരു തിരിച്ചറിവിന്റെ ഒരു വിഷയം കൂടി ഉണ്ട്. അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയാം. എപ്പോഴും സറ്റയറായിട്ടാണ് എപ്പോഴും വിമർശിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ലേ, അത് നമ്മള് അതായത് നേരത്തെ പറഞ്ഞ അതൊരു കലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ. മറ്റു പാർട്ടികളെ വിമർശിക്കാതെ ഇരിക്കലൊന്നുമില്ല. അതൊക്കെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ ഒന്ന് കുറച്ചതാണ്, ഒന്നുമില്ല. എന്താ വെച്ചാല് കുറെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ, പിന്നെ നമ്മൾ പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതിന്റെ ഭാഗമായിട്ട് കലാകാരനാകുമ്പോൾ സപ്പോർട്ട് വേണ്ട എല്ലാ ആൾക്കാരുടെയും. അപ്പൊ അത് ഒരുപാട് കരിയറിനെയും ബാധിക്കില്ലേ? ഈ കലയിൽ അങ്ങനെ ഇല്ല കേട്ടോ. അതൊക്കെ ഒരു നമ്മളെ തെറ്റായ തോന്നൽ. നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷയമാണ്. എന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പാവ ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞപ്പോൾ അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വരെ ഈ സംഗതി മനസ്സിലായി. അവൻ ഞങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തുറന്നു പറയുന്നതാണ് നല്ലത്. പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. പഴയ കാലവും നല്ലല്ലോ, എൻ്റെ കയ്യിൽ എൻ്റെ കാലിൻ്റെ അടിയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരും തൽക്കാലം ഇവിടെ ഇല്ല. അങ്ങനെ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ്. ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പം മെയിൻ ചാനലുകൾ പോലും അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്ഥാനം ഇന്ന് സമൂഹത്തിൽ അല്ലേ? പണ്ടൊരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തായിരുന്നു എത്ര പൈസ, എത്ര കോടികൾ.
അവരെ പോലും അപ്രസക്തമാക്കാണ് നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട്. നിങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിപ്പോ നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തി അല്ലല്ലോ, നിങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ഗീവ് ദ റെസ്പെക്ട് ആൻഡ് ടേക്ക് ദ റെസ്പെക്ട് എന്നുള്ള ആ സാധനം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. അപ്പോഴാണ് ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത്. അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുന്നിൽ നിന്ന് വലിയ വർത്താനങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും വലിയ വർത്താനം മാത്രം പുറത്തു പറച്ചിലും അല്ലാത്ത രീതിയിലാവുമ്പോൾ കാര്യം ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോ ഏത് പക്ഷം എന്നൊന്നുമില്ല. അത് പക്ഷം ഏതായാലും എന്താ, ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയും നടക്കണം അല്ലേ, അതുണ്ടാവുക എന്നുള്ളതാണ്. ഞാനല്ലല്ലോ പറയണ്ടത്. അത് നമ്മളിപ്പം ഈ വിധി വരുമ്പോ നമുക്കറിയാലോ ഉണ്ടോന്നാണോ ഇല്ലയെന്നാണോ എന്നൊക്കെ ജനം വിധി പറയല്ലോ.